ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്ന് കോഴികൾക്ക് ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മുട്ടകൾ സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടിയും അവരുടെ ഹെൽത്തിന് വേണ്ടിയും നല്ലൊരു ഫുഡാണിത്. അപ്പോൾ നമുക്ക് കോഴികളെന്ന് വെച്ചാൽ ഒരുപാട് കോഴികൾ വളർത്തുന്നവരെയാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടകൾ കിട്ടാതെ വരും. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് കിട്ടുന്നതിനേക്കാളും പകുതി മുട്ട അല്ലെങ്കിൽ വളരെ കുറച്ച് മുട്ടകളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ മുട്ട കുറവായിരിക്കും, കോഴികൾ ചത്തുപോവുക എന്നുള്ള ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. നമ്മുടെ കോഴി പെട്ടെന്ന് ചത്തു പോകുന്നു, ഉള്ള വീട്ടിലുള്ള മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴി ചത്തു പോകുന്നു, ചെറിയ കോഴികൾ ചത്തു പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഫുഡ് തയ്യാറാക്കുമ്പോൾ ഇതുപോലുള്ള രീതിയിലൊക്കെ ഫുഡ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോഴികൾക്ക് നല്ല രീതിയിൽ നമുക്ക് മുട്ട കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോഴികൾ ഇങ്ങനെ പെട്ടെന്ന് അസുഖം വന്ന് ചാവുന്ന രീതിയൊക്കെ മാറുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഫുഡിലാണ് ശരിക്കും കോഴികളുടെ ആരോഗ്യം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ നമുക്ക് മുട്ട തരും. അതുപോലെ തന്നെ കോഴികളും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് 2-3 ഇലകൾ എടുത്തിട്ടുണ്ട്. വളരെ നല്ല അത്യാവശ്യമായ നല്ല ഇലകളാണ്. അത് സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോഴിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മുട്ടയിടുകയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല കോഴികളെ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുള്ളവരെല്ലാവരും ഇതുപോലുള്ള ഇലകൾ എടുത്ത് ഫുഡിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തവിടാണ് എടുത്തിട്ടുണ്ട്. തവിടും മണിച്ചോളം, ചോളനുറുക്കും എടുത്തിട്ടുണ്ട്. ചോളനുറുക്കും മണിച്ചോളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. തവിടാണെങ്കിൽ ഞാൻ എടുത്ത്, അല്ല നിങ്ങൾക്ക് ഏത് ഫുഡാണോ കോഴിക്ക് കൊടുക്കുന്നത് അത് കൊടുക്കാം. അപ്പോൾ അരി ചോറൊക്കെ കുറച്ചിട്ട് അതൊരു കുറച്ച് കൊടുത്താൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് എങ്ങാനും ചേർക്കാം, കുഴപ്പമില്ല. നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ചേർക്കാം. പക്ഷെ അത് മാത്രമായിട്ട് കൊടുക്കരുത്. ഇതുപോലെ തവിടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെയർ മാഷോ അല്ലെങ്കിൽ പെല്ലറ്റോ അങ്ങനെ എന്താ നിങ്ങൾ കോഴിക്ക് കൊടുക്കുന്ന ഫുഡ് അതെടുക്കുക. അതെടുത്തിട്ട് നമുക്ക് കുറച്ച് ഇലകളും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു പൊടി ചേർക്കേണ്ടത് എന്ത് പൊടിയാണെന്ന് വെച്ചാൽ മുട്ടത്തൊണ്ട് നമ്മൾ വീട്ടിൽ ഓംലേറ്റ് ഉണ്ടാക്കണം, മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും മുട്ട സ്ഥിരവും യൂസ് ചെയ്യണമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ മുട്ടത്തൊണ്ട് എടുത്ത് മാറ്റി വെച്ച് ഉണക്കുക. ഇപ്പോൾ വെയിൽ ഇല്ല എന്നാലും നമ്മുടെ കംപ്ലീറ്റ് അതിൻ്റെ തൊണ്ടിലെ ഉള്ളിലെ ഇതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ അത് ഉണങ്ങിക്കിട്ടിയ ഈ മുട്ടത്തൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുത്തിട്ട് ആ പൊടിയാണ് നമ്മൾ ആദ്യം ഫുഡിലൂടെ ചേർക്കുന്നത്. ഈ പൊടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ആ പൊടി മിസ് ചെയ്യരുത്. മുട്ടത്തോണ്ട് എല്ലാവരും വീട്ടിലും എടുക്കാൻ ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ അത് കോഴീൻ്റെ ഫുഡിൽ ചേർക്കുക. പിന്നെ നമുക്കത് ചായ മനസ്സ എന്ന് പറയുന്ന ഇലയാണ്. ചായ മനസ്സേൻ്റെ ഇലേനെ കുറിച്ചും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് എത്രമാത്രം നല്ല കോഴികൾക്ക് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോഴി വളർത്തുന്നവർക്ക് എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റും. ഇത് നമ്മൾക്കും ഇതുപോലെ തോരനും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് ചായ മനസ്സ. അതുപോലെ തന്നെ ചായ മനസ്സ കോഴികൾക്ക് വളരെ മുട്ടയിടാനും ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കോഴികൾക്ക് കൊടുക്കുകയാണെന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് മുട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ കോഴികൾക്ക് ഞാൻ ഇന്ന് കൊടുക്കുന്ന 3 ഇലകളിൽ ഒന്നാമത്തതാണ് ചായ മനസ്സ. അപ്പോൾ ചായ മനസ്സ ഇതുപോലെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാനിത് പിച്ച് കയറിയൊന്നും ഇടുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ എടുത്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എടുക്കാൻ പറ്റുമോ അത്രമാത്രം എടുക്കാം, വളരെ നല്ലതാണ്. നമുക്ക് ഡെയിലി എന്തെങ്കിലും ഇലകൾ നമുക്ക് കോഴികൾക്ക് കൊടുക്കണം, വളരെ നല്ലതാണ്. പിന്നെ അടുത്തൊക്കെ വേപ്പിലയാണ്. നമ്മുടെ വേപ്പിലയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതും ഇതുപോലെ കുറച്ച് ഒരുപാടുണ്ട്, എന്നാലും 3-4 തണ്ട് എടുത്ത് നന്നായിട്ട് അരച്ചിട്ട് കോഴികളുടെ ഇപ്പോഴത്തെ ഈ മഴ സമയത്ത് വെച്ചാൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് മുരിങ്ങയില. ഈ മുരിങ്ങയിലയെ കുറിച്ച് നമ്മൾ അത്യാവശ്യം നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുരിങ്ങയില എന്തിനൊക്കെ ചെയ്യാൻ, മുരിങ്ങയില കൊടുക്കുന്ന ഗുണങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റായിട്ട് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുരിങ്ങയിലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ മുരിങ്ങയില എത്രയും കൂടുതൽ കിട്ടുമോ അത്രയും നല്ലതാണ്.
അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരഞ്ഞ് കിട്ടുക എന്ന് പറയുന്നത് ഇത് വെറുതെ അരച്ചെടുക്കണ്ട. നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. പ്രത്യേകം പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടതാണെങ്കിൽ നല്ലതാണ്. ഉപ്പിട്ടത് നമുക്ക് കോഴികൾക്ക് ഒത്തുപിടുത്തത്തിന് വളരെ നല്ലതാണ്. ഉപ്പ് ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒത്തുപിടുത്തം കുറയാൻ നമുക്ക് ഉപ്പ് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളമായിരുന്നു, അതൊരു 3/4 ഗ്ലാസ്സോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നന്നായിട്ട് ഫൈനായിട്ട് മിക്സിയിട്ട് അരച്ചെടുത്ത് ഇനി ആ മിക്സ് നമുക്ക് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എന്ത് ഫുഡാണോ നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫുഡ് എന്താണോ നമുക്ക് കോഴിക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്, ചില തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാറുണ്ട്, തവിട് കൊടുക്കാറുണ്ട്, അതുപോലെ പെല്ലറ്റി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഓരോരുത്തരും ഓരോ ഐറ്റംസ് ആയിരിക്കും കൊടുക്കണം. അപ്പോൾ എന്തെന്നാണോ നമ്മൾ കൊടുക്കുന്നത് അതിലേക്ക് ഈ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെയായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് വെള്ളമൊക്കെ ലൂസാക്കിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇപ്പം മഴ സമയത്തുകൊണ്ട് ഒരുപാട് ലൂസാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രൈയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുക എന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാ കോഴികൾക്കും എല്ലാ ഇലകളുടെയും ഗുണം നിങ്ങളുടെ ഉള്ളിൽ ചെല്ലും. അല്ലാതെ ചില കോഴികൾ എന്ത് ചെയ്യും, ഇലകളിൽ ചിക്കിക്കളയും. അത് മാത്രമല്ല ചില കോഴികൾ ചില ഇലകൾ മാത്രം തിന്നും, ചില ഇലകൾ തിന്നത്തില്ല. അപ്പോൾ ഇതാവുമ്പോൾ എല്ലാ ഇലകളും എല്ലാ രീതിയിലും ഫുഡിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ നല്ലപോലെ കൊത്തി ആസ്വദിച്ച് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള ഈ ഇല തന്നെ എല്ലാ ദിവസവും കൊടുക്കണമെന്നല്ല. നമുക്കിപ്പോൾ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ ചുറ്റുവട്ടത്തുള്ള ഇതുപോലെയുള്ള നല്ല പോഷകമടങ്ങിയുള്ള ഇലകൾ എന്താണോ ഉള്ളത് അത് ഒരു നേരം നമ്മൾ ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരുന്ന രീതി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഈ മുട്ട ഇടാതിരിക്കുന്നതും വളരെ കുറയാതെ മുട്ട നമുക്ക് കാൽസ്യത്തിന് വേണ്ടി മുട്ടത്തൊണ്ട് എന്തായാലും ചേർക്കാം. മുട്ടത്തൊണ്ട് അല്ലെങ്കിൽ നീറ്റ് വെക്കാൻ ഒന്ന് പൊടിച്ച് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നാക്ക് ഉണക്കിപ്പൊടിച്ച് എന്താണെങ്കിലും നമുക്ക് ഫുഡിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം എനിക്കത് ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ ചേർത്ത് കൊടുക്കാത്ത ദിവസത്തേക്കാളും ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ എനിക്കതിൽ മുട്ട കൂടുതലായിട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ ലെയർ മാഷാണ് ഞാൻ കൂടുതലും കൊടുക്കാറ്. ലെയർ മാഷ് ഇല്ലാത്തപ്പോഴും ഇതുപോലെ കൊടുക്കാറുണ്ട്. ലെയർ മാഷ് കൊടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് ഇതുപോലെ കണവനാക്കോ അല്ലെങ്കിൽ മുട്ടത്തൊന്നോ എന്തെങ്കിലും കുറച്ചുകൂടി അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കൂടുതലായിട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് മുട്ടേൻ്റെ എണ്ണം കൂടുതൽ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി പറഞ്ഞത്. നമ്മുടെ മുട്ടത്തൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെടുക്കാം. അത് ഉണങ്ങി ഇട്ട് വേണം പൊടിച്ച് കൊടുക്കുക, അല്ലാതെ കൊടുക്കരുത് കേട്ടോ. മുട്ടത്തൊണ്ട നേരിട്ടത് കൈകൊണ്ട് പൊടിച്ച് അങ്ങനെയൊന്നും കൊടുക്കണ്ട. അതെന്ന് വെച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ ഗുണത്തേക്കാളും ദോഷമായിരിക്കും സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ കോഴി മുട്ട കൊത്തിത്തരാനുള്ള ടെൻഡൻസി വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉണക്കി പൊടിച്ച് ഫുഡിൻ്റെ കൂടെ ചേർത്ത് തന്നെ കൊടുക്കണമായിരിക്കും എപ്പോഴും നല്ലത്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്കും ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ലപോലെ മുട്ടകൾ കിട്ടും. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിലും നമുക്ക് കൊത്തിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.